വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹിയിലെ ഐതിഹാസികമായിട്ടുള്ള വിജയം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ ട്രോളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഹരിയാനയും ഡൽഹിയും ഒരുമിച്ച് ചേർത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ ട്രോളുന്നത്. ബി.ജെ.പി ഒരു ഘട്ടത്തിൽ പിറകിലേക്ക് പോയി, ആം ആദ്മി ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് വന്നപ്പോൾ മനോരമയൊക്കെ വളരെയധികം സന്തോഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തത്തിക്കളിക്കുകയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളുടെ വിഷയം കുറച്ച് സീരിയസ് ആണ്. ഡൽഹിയിൽ ബി.ജെ.പി 48 സീറ്റ് പിടിച്ച് അധികാരത്തിൽ എത്തി. 22 സീറ്റുമായി ആം ആദ്മി പാർട്ടി പിറകിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാരണം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ അടുപ്പുകൂട്ടി ചർച്ചക്കാരൊക്കെ നരേന്ദ്രമോദി നടക്കുന്നതും നരേന്ദ്രമോദിയുടെ താടി വളരുന്നതും മോദിയുടെ കയ്യിലെ രോമം പൊഴിയുന്നതും ഒക്കെ വളരെയധികം ചർച്ചാ വിഷയമാക്കാറുണ്ട്. നരേന്ദ്രമോദിയുടെ കയ്യിലെ രോമം പൊഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വലിയ വിഷയമാണ്. മോദിയുടെ താടി വളർന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് നരേന്ദ്രമോദി ഒരു രാജർഷിയായി മാറാൻ പോവുകയാണ്. നരേന്ദ്രമോദി നടക്കുമ്പോൾ അദ്ദേഹം ഒരു എംബറെ പോലെയാണ് നടക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെയാണ് മോദിയുടെ വളം എന്ന് പറയുന്നത്. മോദി എന്ന് പറയുന്ന വടവൃക്ഷം വളരുന്നതിന് ഇവർ വളമായി മാറുകയാണ് എന്നുള്ളത് ഇവർ അറിയുന്നില്ല. അതൊക്കെ പോട്ടെ. നമ്മൾ അരവിന്ദ് കെജ്രിവാളിന്റെ ബോഡി ലാംഗ്വേജ്, ആ ബോഡി ലാംഗ്വേജ് വളരെ വിഷണ്ണനായി, ഇനി ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ, എല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ള രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ കാണപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് ഞാൻ പരാജയം സമ്മതിക്കുന്നു എന്നാണ്. സാധാരണ ഈ ടീം പരാജയം സമ്മതിക്കാറില്ല. ഇവര് EVM ടാമ്പറിംഗ് പറയും, അട്ടിമറി നടന്നു എന്ന് പറയും, കുതിര കച്ചവടം പറയും. മെനങ്ങാന്ന് വരെ അരവിന്ദ് കെജ്രിവാൾ 15 കോടി രൂപ എന്റെ MLA മാർക്ക് കൊടുക്കാനായിട്ട് വാഗ്ദാനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ടും എന്റെ പരാജയം അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി ഈ AAPക്ക് നാഥനില്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമായ ഒരു ഫീലാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്. പഞ്ചാബിലോട്ട് ഇനി പോകണ്ട. കാരണം പഞ്ചാബിലോട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് കാണിച്ചാണ് പഞ്ചാബിൽ ഒരു വികസന മാതൃക പറയുക? നമുക്ക് ഡൽഹി ഉണ്ട് എന്ന് പറഞ്ഞ് ഡൽഹി കാണിച്ചാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഡൽഹി കയ്യിലില്ല. വേറെ എവിടെ ആം ആദ്മി പോയി കഴിഞ്ഞാലും ഡൽഹി മോഡൽ വികസന മാതൃകയാണ് ഇവർ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പഞ്ചാബിൽ ആ ഒരു വികസന മാതൃക, ഒരു മോഡൽ ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അഴിമതിയാണെങ്കിൽ വാനോളം ഉണ്ട് താനും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയൊരു ഉത്തരവ്, അരവിന്ദ് കെജ്രിവാളിനെ ഞെട്ടിക്കുന്ന ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രദീപ് തായൽ, ജോയിന്റ് സെക്രട്ടറി, അദ്ദേഹമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അമിത്ഷായോടാണ് നിങ്ങൾ കളിച്ചത് എന്ന് അരവിന്ദ് കെജ്രിവാളെ മറന്നു പോകരുത് എന്ന ഒരു തലക്കെട്ടോടുകൂടി മാധ്യമങ്ങൾ പലതും ഇത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ശേഷം ഡൽഹി സെക്രട്ടേറിയറ്റ് അടച്ചിരിക്കുകയാണ്. പോരാത്തതിന് അനുമതിയില്ലാതെ ഡൽഹി സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന് പുറത്തേക്ക് ഫയലുകളോ രേഖകളോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളോ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നാണ് ഈ ഓർഡറിലുള്ളത്. ആ ഓർഡർ ഞാനൊന്ന് വായിക്കാം. വളരെ ചെറിയൊരു ഓർഡറാണ്. ടു അഡ്രസ് സെക്യൂരിറ്റി കൺസേൺസ് ആൻഡ് സേഫ്റ്റി ഓഫ് റെക്കോർഡ്സ്, ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ദാറ്റ് no live documents, computer hardware, etc. may be taken outside Delhi Secretariat complex without permissions from GAD. It is therefore directed that necessary directions may be issued to the concerned branch in charges under the department's office situated in Delhi Secretariat to ensure safety of records, files, documents, electronic files, etc. under their section branches. This order shall also be applicable to Secretariat offices and camp offices of Council of Ministers, and in charges of both the officers are also directed for compliance of this order. This issues with approval of the കമ്പീറ്റന്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഫയലുകൾ, ഡോക്യുമെന്റുകൾ സുരക്ഷയുടെ ഭാഗമായിട്ട് പുറത്തു പോകാൻ പാടില്ല. ഇത് സെക്രട്ടേറിയറ്റിന് മാത്രമല്ല ബാധകം, മന്ത്രിമാരുടെ ഓഫീസിനും ബാധകമാണ്. മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഫയലുകളും രേഖകളും ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പോലും പുറത്തു പോകാൻ പാടില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഇപ്പോ പറഞ്ഞിരിക്കുന്നത്, ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. എന്താണ് BJPയുടെ പ്ലാൻ? വലിയൊരു തകർച്ച. അതായത് ആം ആദ്മിയുടെ നട്ടൽ ഒടിഞ്ഞു കഴിഞ്ഞു. ഇനി കുഴിയെടുത്ത് കുഴിച്ചു മൂടാനാണോ BJPയുടെ പദ്ധതി എന്ന് പറയുന്നത്? ഇന്നലെ ഞാൻ അടുപ്പുകൂട്ടി ചർച്ച കാണുകയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ അവർ പറയുന്നത് 2013 കെജ്രിവാൾ അവിടെ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് BJP ആണ്. കാരണം കോൺഗ്രസ് പോവുകയാണല്ലോ എന്നുള്ള ഒരിത്. ഇപ്പോ ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്തി BJP വന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും ആം ആദ്മി പാർട്ടി അവിടെ വരാനേ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഇനി വരാൻ പോകുന്നില്ല. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനമായിരിക്കും BJP അവിടെ കാഴ്ചവെക്കാൻ പോകുന്നതെന്ന് പറയുന്നു. എന്താണ് തോന്നുന്നത്? അരവിന്ദ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വാർത്ത. അത് കുറച്ച് ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം അത് ആം ആദ്മി പുതിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അതിനൊരു നീക്കം നടത്തുന്നു എന്നാണ് വന്നിരിക്കുന്ന വാർത്ത. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിന്റെ കാര്യം പറയുന്നത്, പഞ്ചാബിലെ ലുധിയാനയില്
ഒരു ഉം, സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഉം, അപ്പോ നേരത്തെ തന്നെ പഞ്ചാബില് ആം ആദ്മി പാർട്ടി അധികാരത്തിലേറിയപ്പോ അവിടെ എല്ലാവരും പറഞ്ഞത് കേജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി ആകുമെന്നാണ് അന്ന് കേട്ടത്. മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്തിരുന്നത്. അപ്പൊ ഉം, ഉം, പഞ്ചാബിലെ ഉം. ലുധിയ കോൺഗ്രസ് ആണ് ഈ ഒരു ആരോപണം ആരോപണമല്ല, കോൺഗ്രസ് ആണ് ഇത് നടത്തിയിരിക്കുന്നത് ഈ പ്രസ്താവന. അവർ പറയുന്നത് ഇപ്പോൾ ഈ അധികാരം നഷ്ടപ്പെട്ട കേജ്രിവാള് പഞ്ചാബിലേക്ക് എത്തുകയും അവിടെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആം ആദ്മി വലിയ ഗ്രൂപ്പിസമാണ്. ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസുമായിട്ട് ആം ആദ്മി പാർട്ടിയിലെ 30 MLA ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേജ്രിവാൾ പഞ്ചാബിൽ പോവുകയും പഞ്ചാബിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും. ലുധിയാനയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമെന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഉം. സാധ്യതകൾ ഇല്ലാതില്ല. കാരണം ആം ആദ്മിയെ സംബന്ധിച്ച് അവരുടെ എല്ലാം കേജ്രിവാളാണ്. അപ്പൊ കേജ്രിവാളിനെ അതെ കൊണ്ട് അതെ അവിടെ അതെ. പ്രതിഷ്ഠിച്ചുകൊണ്ട് രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ള ഒരു അവസാന പോരാട്ടത്തിലാണ്. പിന്നെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളത് ഒരു ഇമേജ്. കാരണം ഒന്നുമില്ലാത്ത കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല. 2-3 മാസം ഏതെങ്കിലും മാധ്യമങ്ങൾ എടുത്ത് പിടിക്കുമെന്നുള്ളതല്ലാതെ പിന്നെ ആരും ആ വാർത്ത കാര്യം ചെയ്യില്ല. പക്ഷെ നേരെ മറിച്ച് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി മൈലേജ് കിട്ടി ആയിരിക്കാം. ഇതൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അത് ഉം. എത്രത്തോളം മുൻപോട്ട് പോകുമെന്നറിയില്ല. ഏതായാലും കോൺഗ്രസ് പണി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങളുമായിട്ട് ആം ആദ്മിയുടെ 30ഓളം MLA ചർച്ച നടത്തിയെന്ന് പറയും. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഉം. ആം ആദ്മി സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിക്കാൻ പ്രയാസകരമാണ്. നമ്മൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻസ് എന്ന നിലയിൽ നമുക്ക് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്രത്യേകിച്ച് ഐഡിയോളജി ഇല്ല. ഐഡിയോളജികളൊന്നും ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടി. ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും ഒക്കെ പഠിക്കാനുണ്ട്, പിണറായി വിജയന്. ഉം, അതിനകത്ത് ഒന്ന്, ഉം. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തും. പിന്നീട് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞൊരു കരച്ചിൽ കരയും. ഇത് അതെ. തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കേന്ദ്രം തടഞ്ഞു, കേന്ദ്രം തന്നില്ല, കേന്ദ്രം ദ്രോഹിക്കുന്നു എന്ന് പറയുന്നു. ഉം, ഇത് തന്നെയാണ് ഈ BJP ഇതര സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാരും പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ജനങ്ങൾ അപ്പോൾ ചിന്തിക്കുന്ന എന്താണ്? എടാ, എന്നും ഈ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് 10 വർഷം 15 വർഷം കഴിഞ്ഞു. ഇതെല്ലാം ഇവര് പ്രഖ്യാപിച്ചിട്ട് കേന്ദ്രം തരാണെങ്കിൽ പിന്നെ ഇവര് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ കയ്യിൽ ഉം, ഫണ്ട് ഉം, ഉണ്ടെങ്കിൽ ഉം. പ്രഖ്യാപിച്ചാൽ പോരെ. അപ്പം അതെല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും, അത് കേന്ദ്രം തന്നോണം, ഇല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ, അതായത് കേന്ദ്രത്തിനെതിരെ വികാരം തിരിച്ചുവിടുക, അതായത് തന്നില്ല എന്നാണ്. സ്വാഭാവികമായും ദില്ലിയിലെ ജനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ജനമാണ്. അപ്പൊ അവര് കരുതി ഉം. എന്തിനാണ് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, BJP-ക്കാരെ തന്നെ കൊണ്ടുവന്ന ഈ പ്രശ്നമില്ലല്ലോ, അവര് തന്നെ കേന്ദ്രം ഭരിക്കുന്നു, അവര് തന്നെ സംസ്ഥാനം ഭരിക്കുന്നു, ഈ പ്രശ്നം തീരുന്നു, ഡബിൾ എഞ്ചിനായി. അവിടെ ഈ അതെ വിഷയങ്ങൾ അതെ. തീർന്നു. അവരുടെ ട്രാഫിക് പ്രോബ്ലംസ് തീർന്നു, പൊല്യൂഷന്റെ വിഷയങ്ങൾ തീർന്നു, ഉം, കുടിവെള്ള ഉം. പ്രശ്നങ്ങൾ തീർന്നു. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ അവിടെ ഒരു പരിധിവരെ കുറയ്ക്കാൻ അവർക്ക് കഴിയും. ഇല്ലെങ്കിൽ വീണ്ടും കേജ്രിവാളിനെ കയറ്റി കഴിഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ എന്താണ്, നിങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റിയതെന്ന് ചോദിക്കുമ്പോൾ പറയും അത് കേന്ദ്രം തന്നില്ല, കേന്ദ്രം തന്നില്ല. ഈ കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ജനം കേട്ടിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ കേരളത്തിലെ CPM കുറച്ചുകൂടെ ബുദ്ധിമാന്മാരാണ്. അവര് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞ് എന്നും കേന്ദ്രം തന്നില്ല എന്ന് അവർ പറയാറില്ല. കാരണം ഉം. എന്നും കേന്ദ്രം തന്നില്ല, കേന്ദ്രം വഴിമുടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജനത്തിന് മടുത്തു തുടങ്ങും. പിന്നെ എന്തിനാണ് നിങ്ങളെ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് തോന്നും, അല്ലെ? അതെ സ്വാഭാവികമാണ്. അതെ. നമ്മൾ വോട്ട് കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രിയെയും ഒക്കെ കയറ്റി വിടുന്നത് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുമാണ്. അവർ കയറിയിട്ട് പറയണം അവര് തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം നാൾ കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കും. അവര് തന്നില്ലെങ്കിൽ പിന്നെ ആര് വന്നാൽ തരും, BJP തന്നെ വന്നാൽ തരും എന്നുള്ള രീതിയിലേക്ക് കാര്യം മാറുകയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആം ആദ്മിയെ സംബന്ധിച്ച് ഇത് ഈ ഇവരുടെ പോക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സംശയത്തിന്റെ നിഴലിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി. ഉം. കാരണം അതിന്റെ ദില്ലിയിൽ അവരെ ഒന്നാം ഘട്ടം 2015 വന്നു. 2020 ആയപ്പോഴേക്കും ഇവർക്ക് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിലേക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു ശ്രമങ്ങൾ അതിൽ തുടങ്ങുകയും അവർ അതെ വിവിധ അതെ. സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പുകളിൽ മറ്റും പങ്കെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വെറുതെ അങ്ങ് പോയി നോമിനേഷൻ കൊടുത്താൽ പോരാ. അതിന് വലിയ ഭാരിച്ച ചെലവുണ്ട്. ഉം. ഗോവയിലടക്കം 100 കോടി രൂപ മുടക്കി ഇവര് ഈ ഇലക്ഷന് മത്സരിക്കുന്നു, ഗുജറാത്തിൽ മത്സരിക്കുന്നു, ഹരിയാനയിൽ മത്സരിക്കുന്നു, ജാർഖണ്ഡിൽ മത്സരിക്കുന്നു. അങ്ങനെ ഇവര് മത്സരിക്കാത്ത ഇടങ്ങൾ കുറഞ്ഞു വരികയാണ്. കാരണം വലിയ രീതിയിലുള്ള പണമൊഴുക്കുണ്ട്. നമുക്കറിയാം, ദില്ലി പോലൊരു നിയമസഭ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണം ഉണ്ടാക്കാനും പറ്റില്ല എന്ന് ഏതൊരു ഉം. കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ്. കാരണം രാഷ്ട്രീയ ഉം. പാർട്ടികൾക്ക് ഫണ്ട് കിട്ടും, അത് എല്ലാ പാർട്ടികൾക്കും കിട്ടും. ആ ഫണ്ട് വെച്ചുകൊണ്ട് രാജ്യം മുഴുവൻ മത്സരിക്കാൻ കഴിയില്ല. കാരണം അതെ. അത്തരത്തിൽ പോവുകയായിരുന്നെങ്കിൽ മമതാ ബാനർജിയൊക്കെ ആ ഒരു കളി കളിച്ചായിരുന്നു. പക്ഷെ ഇത് അതുമല്ല. മമതാ ബാനർജി എന്നൊക്കെ പറഞ്ഞാൽ ആം ആദ്മിയേക്കാൾ മുമ്പേ രൂപം കൊണ്ടൊരു പാർട്ടിയാണ്. ഇവിടെ ഈ ഡൽഹിയില് ഏതാണ്ട് ഒരു 2013 മുതൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം, അതായത് 15 വർഷത്തോളം ആകുന്ന ഒരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനത്തിന് ഇത്ര പെട്ടെന്നൊരു വളർച്ച, അത് ആരെയും സംശയിപ്പിക്കുന്നത്. അവിടെയാണ് ഉം.
പൗരത്വ ഭേദഗതി സമരം ഉൾപ്പെടെയുള്ളവ വരുന്നു. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതിന്റെ പിന്നിൽ ഈ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് എന്നൊരു വലിയ ആരോപണം വരുന്നു. അതിനുശേഷം വന്ന കർഷക സമരം. ഈ കർഷക സമരത്തിൽ 134 കോടി രൂപ അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും നൽകിയതായിട്ട് ഗുർബിന്ദ് പന്നു, അതായത് സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ, ഖാലിസ്ഥാൻ ഭീകരൻ തന്നെ പരസ്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കർഷക സമരത്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് പഞ്ചാബിൽ ഈ ഖാലിസ്ഥാനികളുടെ സഹായത്തോടെ ആം ആദ്മിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് അന്നേ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇത് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലേക്ക് പെടുകയാണ് ഈ സാധനം. കാരണം ഇവർക്ക് മറ്റു ചില ബന്ധങ്ങൾ വരുന്നു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ അപ്പുറം മറ്റു ചില കണക്ഷൻസ് ഇവർക്ക് വരുന്നു. പ്രത്യേകിച്ച് വിഘടനവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഒക്കെ ഇവർക്കുള്ള കണക്ഷൻ വരുന്നു. പ്രത്യേകിച്ച് ഈ രണ്ട് സമരങ്ങൾ, ഒന്ന് പൗരത്വ ഭേദഗതി ഒരു സമരങ്ങൾ, മറ്റൊന്ന് അതായത് ഇവർക്ക് അഴിഞ്ഞിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രൂപ്പിലെ ഒരു MLA തന്നെയാണ് ആയത്തുള്ള ഖാനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് കലാപ സമയത്ത്, ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കലാപ സമയത്ത്, ദില്ലി കലാപ സമയത്ത് ഒരു ചിത്രം പുറത്തു വന്നിരുന്നു, തോക്ക് ചൂണ്ടി നിൽക്കുന്ന നേതാവിന്റെ. ഈ ഇദ്ദേഹത്തെ ജയിലിൽ പിടിച്ചോണ്ട് പോകുമ്പോഴും ഇദ്ദേഹം ഈ പുഷ്പ സിനിമയിലെ ഒരു രീതിയാണ് കാണിക്കുന്നത്. കഴുത്ത് കട്ടിച്ചു കളയാൻ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവർ പരസ്യമായി തന്നെ, അതായത് ദില്ലി പോലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരിടം, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ആസ്ഥാനം മാത്രമല്ല അനവധി ഓഫീസുകളുടെ ഒരു ഇടം, അങ്ങനെയുള്ള ഇടത്ത് ഇതുപോലെ ഒരു രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനയുടെ പിന്തുണയോട് കൂടി രാഷ്ട്രീയ പാർട്ടി നേതാവ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരിന് അത് അധികം നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ അന്വേഷണം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. NIAയുടെ അന്വേഷണം കേജ്രിവാളിനെതിരെ നടക്കുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണത്. അതായത് ഈ ഖാലിസ്ഥാൻ സംഘടനകളുമായിട്ടുള്ള കണക്ഷനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്ഷന് ശേഷമാണ് ഹിമാചൽ പ്രദേശിലേക്ക് ഇദ്ദേഹം മത്സരിക്കാൻ പോയി. ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഈ ഖാലിസ്ഥാൻകാർക്ക് പഞ്ചാബുണ്ട്, പഞ്ചാബ് സ്വതന്ത്രമാക്കണം. അവർ സ്വതന്ത്രമാക്കുന്ന പഞ്ചാബ് ഏതൊക്കെയാണെന്ന് ധനുഷിന് അറിയാവോ? ഈ ഹിമാചൽ പ്രദേശും പഞ്ചാബും ഹരിയാനയുടെ കുറച്ച് ഭാഗങ്ങളും എല്ലാം ചേർത്തിട്ടാണ് വിശാലമായ ഒരു പഞ്ചാബാണ് ഖാലിസ്ഥാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അവരവിടൊക്കെ സ്വപ്നം കാണുന്നു, അവിടൊക്കെ ഇദ്ദേഹം പോയി മത്സരിക്കാൻ തുടങ്ങും. ഗോവ പോലെ ഒരു സ്ഥലം നമുക്കറിയാം, അവിടെ പോയിട്ട് 100 കോടി രൂപയാണ് അദ്ദേഹം മുടക്കി. അതാണ് ഈ മധ്യ കുംഭകോണത്തിലേക്ക് വന്നത്. അതാണ് ഇപ്പോൾ പിടുത്തം വന്നിരിക്കുന്നത്. ഇനി അന്വേഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ചെറിയ അന്വേഷണമാണ്, അതായത് മധ്യ കുംഭകോണം എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി NIAയുടെ അന്വേഷണം ഇതിന്റെ പാരലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതല്ല കേസ്, അത് മറ്റൊരു കേസിലേക്കാണ്. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു വശം അതാണ്. അപ്പോ ആ രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ ഇപ്പൊ തുടങ്ങിയതല്ല, നേരത്തെ മുതൽ തുടങ്ങിയിരുന്നതാണ്. അപ്പൊ കേജ്രിവാളിനെ സംബന്ധിച്ച് പഞ്ചാബ് കൂടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കരുത്തൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ ഐക്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കരുത്തൻ കേജ്രിവാളാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമൻ കേജ്രിവാളാണ്. കാരണം 2 സംസ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ കേജ്രിവാള് അവിടെ പരാജയപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ രേഖകൾ, ഇപ്പൊ ധനുഷ് പറഞ്ഞില്ലേ അവിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു സർക്കുലർ ഇറക്കി എന്നുള്ളത്, ഈ രേഖകൾ വിട്ടുകിട്ടാനായിട്ട് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ മുൻപ് നടപടി സ്വീകരിച്ചിരുന്നതാണ്. അന്ന് ഈ രേഖകൾ പോയിട്ട് ഒന്നും തന്നെ കൊടുക്കാൻ കേജ്രിവാളിന്റെ ഓഫീസർ തയ്യാറായിരുന്നില്ല. അതിന്റെ നിയമ പോരാട്ടം ഇപ്പോഴും ഡൽഹി കോടതിയിൽ നടക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇപ്പൊ ഓർഡർ ഇറക്കി എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് ഈ ഓർഡർ ഇറക്കിയാലും അത് നടപ്പാക്കുക പ്രയാസകരമായിരുന്നു. ഇപ്പൊ ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നടപ്പാക്കാൻ എളുപ്പമായിരുന്നു. ശരിക്കും ഇത് തമ്മിലുള്ള ലഫ്റ്റനന്റ് ഗവർണറുമായിട്ടുള്ള തർക്കം തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. അവസാനം കോടതി തന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ ഈ കിടന്ന് അടിക്കാതെ ഒരു രമ്യതയിൽ പോകൂ എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കുന്നു. ഇവിടെ ഈ ആർക്കൊക്കെയാണ് വഴിവിട്ട ബന്ധങ്ങൾ വഴി സഹായങ്ങൾ ചെയ്തു കൊടുത്തത് നമുക്കറിയാം. റിപ്പബ്ലിക് ദിനത്തിന് ട്രാക്ടർ റാലി മറക്കാൻ കഴിയില്ല ഒരാൾക്കും. അന്നൊക്കെ ഈ പറയുന്ന കർഷക സമരക്കാരൊക്കെ അഴിഞ്ഞാടിയതാണ്. ധനുഷ് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഹരിയാനയിൽ ഉയർത്തിയതാണ്. ഇപ്പോൾ പുതിയ സർക്കാർ ഹരിയാനയിൽ നിലവിൽ വന്നതിന് ശേഷം പഞ്ചാബിൽ നിന്ന് കർഷകര് സമരത്തിനായിട്ട് വരുന്നില്ലല്ലോ. 101 പേരുടെ റാലിയാണ് അവർ പറഞ്ഞിരുന്നത്. മറ്റ് റാലികളോ പ്രശ്നങ്ങളൊന്നും അവരുണ്ടാക്കുന്നില്ല. ഇനിയിപ്പോ ദില്ലി കൂടെ പോയ സ്ഥിതിക്ക് ഇനി കർഷകരുടെ ഇടയിലത്ത് വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനിയിപ്പോ പഞ്ചാബാണ്. അപ്പൊ പഞ്ചാബിലേക്ക് കേജ്രിവാളിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആം ആദ്മിക്ക് കുറച്ചുകൂടെ, കാരണം കേജ്രിവാൾ പോയി കഴിഞ്ഞാല് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി നിലവിലില്ല. പക്ഷെ കേജ്രിവാളിന് അങ്ങനെ എളുപ്പത്തിൽ പോയിട്ട് അവിടെ മുഖ്യമന്ത്രിയായി മുമ്പോട്ട് പോകാനും കഴിയില്ല. കാരണം കേജ്രിവാളിനെ കാത്തിരിക്കുന്ന 1, 2 കേസല്ല, കേസുകൾ ഒരു പെരുമഴയാണ്. എത്ര വർഷം അദ്ദേഹം ജയിലിൽ കിടക്കുമോ എന്നറിയില്ല. ദില്ലിയിലെ ജനം അതും ചിന്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹം കാണിച്ച ഒരു മോശമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജയിലിൽ പോയ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറായില്ല. അദ്ദേഹം ഈ ആദർശമൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അഴിമതിക്കെതിരെ പറയുന്നുണ്ട്, എന്താണ് ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ
മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടും ഡൽഹിയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒപ്പിടേണ്ട പല ഫയലുകളും ഒപ്പിടാതെ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ഞാൻ ജയിലിൽ നിന്ന് ഭരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫൂളിഷ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. കാരണം ജയിലിൽ കിടന്ന് ഭരിക്കുക അസാധ്യമാണെന്ന് നമുക്കറിയാം. ഇതിനേക്കാൾ വലിയ പുലിയായിരുന്നു നമ്മുടെ ലല്ലു പ്രസാദ് യാദവ്. ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞു, ഞാൻ ജയിലിൽ പോയ അവിടെ ഞാൻ ക്യാബിനറ്റ് കൂടും, അവിടെ കൂടും, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ജയിലിൽ പോയതിനു ശേഷം എന്താണ് സംഭവം? ജയിലിൽ പോയതിന് തലേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ റബ്രി ദേവിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഇതിലും വലിയ വില്ലാളി വില്ലനായ കില്ലാടിയായ ലാലു പ്രസാദ് യാദവ് പോലും അങ്ങനെയാണ് ചെയ്തത് അവസാന നിമിഷം. പക്ഷെ കേജ്രിവാൾ അങ്ങനെ അധികാരം വിട്ടുപിടിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു അധികാരമോഹിയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് ജനങ്ങൾക്കും അങ്ങനെ തോന്നി തുടങ്ങി. കാരണം ഈ കോടതി പോലും അത് പറയേണ്ടി വന്നു. കാരണം ഫയലുകളൊന്നും നീങ്ങുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി വെക്കുക. അപ്പൊ അവിടെ ഒന്നും തന്നെ നീങ്ങാത്തൊരു സാഹചര്യം വരുന്നു. അതിനുശേഷം പിന്നെ പുറത്തു വരുന്ന വാർത്ത കേജ്രിവാളിന്റെ ഭാര്യ മുഖ്യമന്ത്രി പദത്തിലേക്ക്, അതായത് ഇദ്ദേഹത്തിന് അധികാരം വിട്ടൊഴിയാൻ വയ്യ എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. മറ്റൊന്ന്, ദില്ലിയിലെ ജനങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെക്കാൾ കുറച്ചുകൂടി കേജ്രിവാളിനെ നന്നായി അറിയാം. കാരണം അവരുടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അനവധി കേസുണ്ട്. ഇദ്ദേഹം ജയിലിൽ പോയാൽ ഈ അടുത്ത കാലത്തൊന്നും ഇറങ്ങി വരില്ല എന്ന് കൃത്യമായ ഒരു ബോധം ദില്ലിക്കാർക്കുണ്ട്. അപ്പൊ ദില്ലിക്കാർ വിചാരിക്കുന്നത് ഇദ്ദേഹത്തെ വീണ്ടും കയറ്റി കഴിഞ്ഞാൽ കേന്ദ്രവുമായിട്ട് ഡെയിലി അടിയായിരിക്കും. തന്നില്ല, കിട്ടിയില്ല, മുടക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ തങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടുകയുമില്ല. ഇതുപോലെ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന് ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലല്ല നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് മനസ്സിലായി. ധനുഷ, ഇദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഒരു വലിയ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തു. ധനുഷിനത് ഓർമ്മയുണ്ടാകും. ജന്തർ മന്ദിറിലായിരുന്നു. ജന്തർ മന്ദിറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഒരു വലിയ പ്രതിഷേധത്തിൽ കൂടെയാണ് കേജ്രിവാൾ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടാകുന്നത്, ആം ആദ്മി ഉണ്ടാകും. അതുപോലെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കാനായിട്ട് അവിടെ കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പക്ഷെ ആ പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി അണികളല്ലാതെ അണികൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ എന്താണ് ക്രോഡീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ പ്രതിഷേധം എത്ര ദിവസം അവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു? അവർക്ക് ആ പ്രതിഷേധം നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല വെച്ചാൽ അതിന് ജനപങ്കാളിത്തം കുറവായിരുന്നു, ജനപിന്തുണ കുറവായിരുന്നു. അതായത് കോൺഗ്രസ് ഇവരെ എടുത്തു വെച്ചത് തൽക്കാല നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്കും ബോധ്യം ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ അവരുടെ ജനപിന്തുണ കുറഞ്ഞു എന്നുള്ളത് വ്യക്തമായിരുന്നു. വളരെ വ്യക്തമായിരുന്നു. ഇനി ഇലക്ഷന് 3 ദിവസം മുമ്പ് 8 MLA-മാര് ചാടി BJP-യിലേക്ക് വന്നു. ഇലക്ഷൻ തൊട്ട് മുമ്പ് 8 MLA-മാര് ചാടി വരണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി തന്നെ ആ MLA-മാർക്ക് അറിയാം തങ്ങളുടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, രക്ഷപ്പെടാൻ പറ്റുന്ന ചാൻസ് ഇപ്പോഴാണ്. ഇലക്ഷൻ കഴിഞ്ഞ് ചാടിക്കഴിഞ്ഞ് BJP-ക്കാർ 7 അയല തടുപ്പിക്കത്തില്ല, ഇലക്ഷൻ മുമ്പ് ചാടിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിലാണ് അവര് ചാടുന്നത്. അങ്ങനെ എല്ലാം പോയി. സിസോദി എത്ര നാളാ ജയിലിൽ കിടന്നത്? അപ്പൊ അവരുടെ ബ്രെയിൻസ് എല്ലാം പോയി. ഇന്നലെ കണ്ട ഒരു കൗതുകകരമായ കാഴ്ച, അത് വലിയ ഇപ്പൊ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ അതിഷി പുള്ളിക്കാരിയുടെ വിജയത്തിൽ ഡാൻസ് കളിച്ചു. അപ്പൊ അതിന് താഴെ വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടി നേതാവൊക്കെ തകർന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയും? നിങ്ങളൊരു സെൽഫിഷ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കെജ്രിവാളിനെ കമത്താൻ ഒരു അവസരം കാത്തിരിക്കുകയാണെന്ന് വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. കാരണം അതിഷിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ബിജു ചേട്ടൻ ഇന്നലെ ലൈവിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം വളരെ അടിപൊളിയായിരുന്നു. കാരണം ഞാനത് നോട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു കൗൺസിലറുടെ ഒരു പ്രാഗൽഭ്യം പോലും ഈ അതിഷി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഇല്ല എന്നുള്ളതാണ്. അതും ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ, ഇവർക്ക് ഒരു ഐഡിയോളജി ഇല്ല. ഇപ്പം കെജ്രിവാൾ മാറിക്കഴിഞ്ഞാലും, ഇപ്പോ നമ്മുടെ BJP-ക്ക് ആണെങ്കിലും മോദി മാറിക്കഴിഞ്ഞാലും ആൾക്കാർ ഒരു ആശയത്തിന് വന്ന് വോട്ട് ചെയ്യും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നാലും ആ ആശയത്തിന്റെ പുറത്താണ് ആ പാർട്ടി നിലനിൽക്കുന്നത്. ഇപ്പൊ പിണറായി വിജയൻ പോയി കഴിഞ്ഞാലും ആശയത്തിന്റെ പുറത്ത് പാർട്ടി അവിടെ നിലനിൽക്കും. ഇപ്പൊ SP ആയിരുന്നാലും കൃത്യമായിട്ടുള്ള യാദവ് പൊളിറ്റിക്സ് ആണ് അവരുടെ അടിത്തറ എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഒരാശയവും ഇല്ല. ആം ആദ്മി പാർട്ടിയുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ താങ്കൾ പറഞ്ഞല്ലോ, അഭ്യസ്ത വിദ്യരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംഘം, ഇതാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആശയവും ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ ഓൾ ഇൻ ഓൾ ആയിരുന്നത്. ആ കെജ്രിവാൾ തന്നെ തോറ്റുപോയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രി പദം അത്യാവശ്യമാണ്. കാരണം അതിപ്പോ പഞ്ചാബിൽ ഇനിയിപ്പോ എത്ര അധികം ഒരു അകത്തൊരു വലിയ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളും വലിയ കലങ്ങിമറിയലും ഉണ്ടെങ്കിലും കെജ്രിവാളിന് ആ മുഖ്യമന്ത്രി പദം ഇവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ബിജുചേട്ടാ, ആം ആദ്മി പാർട്ടിയെ കുഴിച്ചു മൂടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കെജ്രിവാളാണ് ആ പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത്. കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി തകർന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ പറയുമല്ലോ,
നമ്മുടെ കോൺഗ്രസിൽ ഒരു ഈ കോൺഗ്രസ് കുടുംബം തന്നെ, അതായത് രാഹുൽ ഗാന്ധിയുടെ അനിയത്തിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയുടെ ഭർത്താവ് രാജീവ് ഗാന്ധി, അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി, അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റു, ഇങ്ങനെ എന്തിനാണ് ഈ കോൺഗ്രസ് ഡൈനാസ്റ്റി ആയിട്ട് ഇങ്ങനെ കുടുംബവാഴ്ച ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കാണുന്നത്, ഇപ്പോ നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി കുടുംബവാഴ്ച ഇല്ലാതെ, അതായത് ഈ കുടുംബമല്ലാതെ വേറെ ആരെങ്കിലും ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ കടിഞ്ഞാൺ അവരുടെ കയ്യിൽ നിന്ന് എന്ന് പോകുന്നുവോ അന്ന് ഈ കോൺഗ്രസ് പാർട്ടി നാലായി പിളരും. കാരണം നാലായി പിളർന്ന് ഈ കോൺഗ്രസ് പാർട്ടി നാശമാകും. കാരണം ഈ കുടുംബം ഒരു ഫ്രീഡം ഫൈറ്റ് ചെയ്ത കുടുംബമാണ്. നമുക്ക് ആദ്യത്തെ പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹം ഒരു വലിയ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി തൊട്ട് പിറകിലുണ്ട്. ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് എന്ന് കോൺഗ്രസ് പാർട്ടി പോകുന്നു അന്ന് ഈ കോൺഗ്രസ് പാർട്ടി നാലായി പിളരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആശയം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ആയാൽ മാത്രമേ, എനിക്ക് തോന്നുന്നത്, ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് പറയാണ്, എനിക്ക് തോന്നുന്നത് എങ്കിൽ മാത്രമേ ഇനി ഇപ്പൊ ആ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് എനിക്ക് തോന്നുന്നു. പോരാത്തതിന് ഈ അമിത്ഷാ ഇപ്പോ ഈ ഉത്തരവ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒരു ഫയലുകളോ ഒരു ഹാർഡ്വെയറോ പോകാൻ പാടില്ല. അപ്പൊ അടപടലം എല്ലാം തുറന്നിട്ട് പരിശോധിക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ കെജ്രിവാൾ ജയിലിൽ കടന്നപ്പോ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്നായപ്പോ വേറൊരു കേസ് കേന്ദ്ര സർക്കാർ ഇയാളുടെ തലയിലെടുത്ത് വെച്ചു കൊടുത്തത് ബിജുചേട്ടന് ഓർമ്മ കാണും. നമ്മുടെ ഖലിസ്ഥാൻ ഭീകരവാദികളെ ഇയാൾ സഹായിച്ചു, അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് പറ്റി എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഈ കേസ് അല്ല, ഈ മദ്യനയ അഴിമതിയല്ല, ആ കേസാണ് ഇയാളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു കേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ആ പൈസ കൊടുത്ത വിവരം കൊടുത്ത ഭീകരൻ വിളിച്ചു പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഗുരുബന്ദിർ സിംഗ് പന്നു ആയിരുന്നു അദ്ദേഹം, സിഖ് ഫോർ ജസ്റ്റിസിന്റെ നേതാവ്. അദ്ദേഹം പറഞ്ഞല്ലോ 134 കോടി രൂപയാണ് ഞങ്ങൾ കേജ്രിവാളിന് കൊടുത്തത്. ഈ കേജ്രിവാൾ തോറ്റു തുന്നമ്പാടി അകത്തു പോകുന്നതോട് സംഭവിക്കുന്നത് കേജ്രിവാളിനെ ഈ ഖാലിസ്ഥാൻകാർ മാത്രമല്ല, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അവരുടെ ഒരു ഐക്കണായിട്ടാണ് കണ്ടിരുന്നത്. അവരുടെ ഒരു മിശിഹ ആയിട്ടാണ് കേജ്രിവാളിനെ പലപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കാണുന്നത്. കാരണം പക്ഷെ ഇന്നലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കെജ്രിവാളിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അടുപ്പൂട്ടി ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് കെജ്രിവാൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്, അതായത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുണ്ടോ? എപ്പോഴും കെജ്രിവാളിന്റെ ആശയം എന്ന് പറയുന്നത്, ആശയമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കെജ്രിവാൾ എപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോ പൗരത്വ നിയമത്തിനുള്ള സമരം ഡൽഹിയിൽ കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ കെജ്രിവാളിന്റെ നിലപാട് എന്ന് പറയുന്നത്, ഇന്നലെ അടുപ്പൂട്ടി ഒരു ചർച്ചക്കാരൻ പറയാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങോട്ട് പൗരത്വ നിയമം നടപ്പിലാക്കേണ്ടത്. കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കെജ്രിവാൾ തോറ്റതിലല്ല ഇവർക്ക് വിഷമം. കെജ്രിവാൾ ഞങ്ങളുടെ ആശയം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കൂടെ നിന്നില്ലല്ലോ എന്ന വിഷമത്തിന്മേലാണ് ഇവർക്ക് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ധനുഷ്, അത് അങ്ങനെ കാണണ്ട. അവരിന്നലെ സംസാരിച്ച് വളരെ ബുദ്ധിപൂർവമാണ്. അതായത് ഇതുവരെ നമ്മളുടെ ആളായിരുന്നു, തോറ്റുപോയി, ഇനിയിപ്പോ തള്ളിക്കളയുമ്പോൾ നമ്മുടെ കൂടെ അയാൾ നിന്നില്ലെന്നാണ്. പക്ഷെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേജ്രിവാളിനെ പൊക്കെ ഐക്കണായിട്ട് കൊണ്ടു നടക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മോദിക്കെതിരെ, ഈ രാജ്യത്ത് എന്താണ് പറയുന്നത്, ഇപ്പോൾ ഉള്ള സർക്കാരിനെ തകർക്കുന്നതിനെതിരെ, ഇല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ, ഇല്ലെങ്കിൽ ആ ഒരു ദേശീയത, BJP കൊണ്ടിരുന്ന ഹിന്ദുത്വ ദേശീയതയ്ക്കെതിരെ ഒരു ഐക്കണായിരുന്നു. അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഖാലിസ്ഥാൻകാരുടെയും ഒക്കെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ തങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കാൻ കഴിയില്ല. പകരം എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഈ രാജ്യത്തുണ്ടാകുമോ ആ കുത്തിത്തിരിപ്പുകാരെല്ലാം ഞാൻ പൊക്കി നടക്കും, അവരെല്ലാം ഞാൻ എന്റെ ഐക്കണാക്കും. കേജ്രിവാൾ ആണെന്നുണ്ടെങ്കിൽ BJPക്ക് ഒരു വെല്ലുവിളിയാണ് എന്ന് തീവ്ര ഈ ഇസ്ലാമിസ്റ്റുകൾക്കും ഒപ്പം തന്നെ മറ്റ് ഈ ഭീകരവാദ സംഘടനകൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ കേജ്രിവാൾ ഇവരുടെ അതായത് എനിക്ക് കിട്ടണ്ട, നമ്മൾ പറയത്തില്ലേ എന്താണ്, മകൻ ചത്താലും വേണ്ട മരുമകളുടെ കണ്ണീര് കാണാമല്ലോ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മതി. അതേ പോളിസിയാണ്. അതായത് ഇവർക്ക് ഒറ്റയ്ക്ക്, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കോ ഇല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കോ ഒറ്റയ്ക്ക് ഈ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് പറ്റും? എവിടൊക്കെ കുത്തിത്തിരിപ്പുണ്ട്, അപ്പൊ കുത്തിത്തിരിപ്പുകാരെല്ലാം ഇവരുടെ ഐക്കണാണ്. തോറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളല്ല ഇവർ, കാരണം എല്ലാവർക്കും അറിയാം ഇവരാണ് ഇത് കൊണ്ടു നടന്നതെന്നുള്ള സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാം. അപ്പൊ ഞങ്ങളല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇവർ കൊണ്ടുപോകുന്നത്. മുസ്ലിമിന് എന്താ ഇതുവരെ അവർ പറയാഞ്ഞത്? ഇന്നേ വരെ അവരത് പറഞ്ഞിട്ടില്ലല്ലോ. ഇദ്ദേഹം തോറ്റ് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നത്? 15 വർഷമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും കേജ്രിവാളിനെ സംബന്ധിച്ച് ഇനിയിപ്പോ അദ്ദേഹം ജയിലിൽ പോയാൽ സംഭവിക്കുന്ന കാര്യം, ഈ കേജ്രിവാൾ എന്ന ഒറ്റ ബ്രാൻഡിനാണ് ആൾക്കാർ ഫണ്ട് ചെയ്യുന്നത്. പുറത്തുനിന്ന് വരുന്ന ഫണ്ടുകളായാലും അനവധി വിദേശ NGOയുടെ ഫണ്ട് ഈ ആം ആദ്മി പാർട്ടി വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കേജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി തരുന്ന പണമാണ്. അപ്പോൾ നമ്മൾ ആശയമില്ലാത്തതെന്നല്ല, ആശയവും ആമാശയവും ഒരുമിച്ച് നശിക്കുകയാണ് കേജ്രിവാൾ തീരുമ്പോൾ. കാരണം കേജ്രിവാൾ അകത്തേക്ക് പോകുമ്പോൾ ഈ ആം ആദ്മി പാർട്ടി പട്ടിണിയിലേക്ക് പോവുകയാണ്. ആ പാർട്ടിക്ക് മുമ്പോട്ട് ചലിക്കാനുള്ള പണമില്ല. ഇനി ആ പണം എവിടെ നിന്നാണ് ഇവർ സംഘടിപ്പിക്കേണ്ടത്? പഴയതുപോലെ ഇനി, കാരണം ഇപ്പോഴീ അന്വേഷണം, ഇപ്പോൾ ഈ ധനുഷ് ചർച്ചയിൽ ആദ്യം സൂചിപ്പിച്ച കണക്ക് പുതിയ സർക്കുലർ വരുന്നു, ഉത്തരവ് വരുന്നു,
അതിനുശേഷം ഇതെല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലേക്ക് ഇത് പോകുമ്പോൾ പലതും പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരുന്നതിൽ നിന്ന് ആം ആദ്മി പാർട്ടിക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയില്ല ഒരടി പോലും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അതിന് എത്ര MLA ചാടി വരും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് കോൺഗ്രസ് പറയുന്നത്. അതായത് ലുധിയാനയിൽ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെയൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് കേജ്രിവാൾ, ഒരുപക്ഷെ കേജ്രിവാൾ അവിടെ നിന്ന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ആ തെരഞ്ഞെടുപ്പില് ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് പിന്നിൽ ഖാലിസ്ഥാൻ സംഘടനകളാണ് എന്നൊരു വലിയ ആരോപണം തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേജ്രിവാളിനെ വീണ്ടും അവിടെ കൊണ്ടുവന്ന് പട്ടാഭിഷേകം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ തന്നെ എല്ലാവരും പറഞ്ഞു കേജ്രിവാൾ വരും അവിടെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ പഞ്ചാബിലാണെങ്കിൽ കേജ്രിവാളിന് ജയിക്കാൻ ഒരു പാടുമില്ല. കാരണം ഈ പഞ്ചാബിൽ അമൃതപാൽ സിംഗ് ഉണ്ടല്ലോ, അമൃതപാൽ സിംഗ് ഒക്കെ കൊടും ഭീകരനാണ്. അയാൾ MP ആയിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജയിച്ചിട്ട് തിരിച്ച് അകത്ത് കയറി കിടക്കുന്ന MP ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. കൊടും ഭീകരനാണ്. ഖലിസ്ഥാൻ രാജ്യം ഉണ്ടാക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞതിനാണ് അയാളെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അതിനകത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സംസ്ഥാനത്ത് കേജ്രിവാളിനെ പോലെ ഒരാൾക്ക് ജയിക്കാൻ ഒരു പാടും കാണില്ല. അല്ല, അത് ജയിക്കുന്നത് മാത്രമല്ല ധനുഷ്, ഇപ്പോഴീ ആം ആദ്മിക്കകത്ത് ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഈ 2 സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടത്. അപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്ന അനുസരിച്ച് ഈ 30ഓളം MLA ചർച്ച നടത്തി. അപ്പൊ അതിനകത്ത് ആം ആദ്മിക്കകത്ത് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കേജ്രിവാൾ പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഈ ഭഗത് സിംഗ് മാനോടുള്ള വിരോധമാണല്ലോ. പക്ഷെ ദില്ലി അല്ല പഞ്ചാബ് എന്നുള്ള കാര്യമാണ് വേറൊരു കഥ. കാരണം ക്രമസമാധാന നില ഇത്രത്തോളം കുത്തഴിഞ്ഞ് കിടക്കുന്ന, മദ്യപം മയക്കുമരുന്ന് പിടിമുറുക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം വളരെ കുറവാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു സംസ്ഥാനമേ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ക്രമസമാധാന നിലയില്ല, ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു സംഭവമേ, ആർക്കും ആരെയും കൊല്ലാവുന്ന ഒരു സ്ഥിതി വിഷയത്തിലേക്ക് അറുമാതി ചഴിഞ്ഞാടി നടക്കാണ്. കേന്ദ്രം പലതവണ താക്കീത് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അവിടുത്തെ മുഖ്യമന്ത്രിയുടെ കുറച്ച് ദിവസം ഒരു വാർത്ത വന്നു. എത്ര പേരത് വാർത്ത കൊടുത്തു എന്ന് എനിക്കറിയില്ല. അതിന്റെ വിഷ്വലൊക്കെ നമ്മളെ കിട്ടിയതാണ്. നമ്മളത് വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു സാധനമാണ്. അത് ഭഗവത് സിംഗ് മാന്റെ ആദ്യ ഭാര്യ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ കുത്തിയിരുന്നൊരു വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം നടത്തി. അവരെ ഡൈവോഴ്സ് ചെയ്യാതാണ് അടുത്ത ആളെ കെട്ടിയത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ലോ ആൻഡ് ഓർഡർ എങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ലോ ആൻഡ് ഓർഡർ എന്തായിരിക്കും ഊഹിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ആയതുകൊണ്ട് അതൊരു തുടക്കമായി. കാരണം കേജ്രിവാൾ അങ്ങനെ അവിടുത്തെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ BJPക്ക് ഈസി ആയിട്ട് അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി ചെല്ലല്ലോ. അതൊരു തുടക്കമായിരിക്കും ചിലപ്പോ. ആയിരിക്കാം. ഏതായാലും ഇത് തീർന്നു. ആം ആദ്മി പാർട്ടിക്ക് ഇനി മുൻപോട്ട് പോകുക അസാധ്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഫണ്ട് അനിവാര്യമാണ്. ഈ ഫണ്ടുകൾ പലതും ഫ്രീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ അന്വേഷണം മുറുകുകയാണെങ്കിൽ ഇതിന്റെ പലരും, അതായത് സത്യസന്ധന്മാരായിട്ടാണ് അത് നിൽക്കുന്ന നേതാക്കന്മാരും അണികളും ഉണ്ടെങ്കിൽ അവർക്ക് രാമായണം പോയി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് പാർട്ടി വിടാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസമാണ്. കാരണം അവരെ തകർത്തെറിഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി. ഗുജറാത്തിലെ അവരുടെ പരാജയത്തിലേക്ക് നയിച്ചു, ഗോവയിൽ പോയി മത്സരിച്ചു. ഇതിനകത്തൊക്കെ വലിയ അമർഷം കോൺഗ്രസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാല് BJPക്കാരെക്കാൾ കൂടുതൽ ഈ ആം ആദ്മിയുടെ പരാജയം ആഹ്ലാദിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഒക്കെ കോൺഗ്രസ്സുകാരെയാണ്. കാരണം ഈ കോൺഗ്രസ് ഒരു 18 സീറ്റാണ് ചോദിച്ചത് ധനുഷ്. ഈ പിന്നെ ദില്ലി തെരഞ്ഞെടുപ്പില് അവര് എത്രയോ വർഷം ഭരിച്ചു. കാരണം അവർക്ക് വോട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ തെളിഞ്ഞല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് 6 something വോട്ടുണ്ടെന്ന് തെളിഞ്ഞു. അവർ 18 സീറ്റാണ് ആവശ്യം. അവർ 18 ചോദിച്ചില്ല, 15 സീറ്റാണ് അവർ ചോദിച്ചത്. 3 സീറ്റ് മറ്റു ചില സഖ്യകക്ഷികൾക്കും വേണ്ടി. അങ്ങനെ ടോട്ടൽ 18. ഇവര് അത് ഒട്ടും സമ്മതിച്ചില്ല കേജ്രിവാൾ. ഒരു സീറ്റ് പോലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു 15 സീറ്റ്. എനിക്ക് തോന്നുന്നത് അന്തസ്സുള്ളവന്മാരാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരു നട്ടല് വളയ്ക്കാതെ അവർ നിന്നു. അവർ അത്രയും സീറ്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ദില്ലി എന്ന് പറഞ്ഞ, ദില്ലിയിലല്ല ഇന്ത്യയിൽ എവിടെയായാലും കോൺഗ്രസിന് കണ്ണും പൊട്ടി ഒരു സ്ഥാനാർത്ഥി ഇടാൻ പറ്റും. കാരണം അവർക്ക് റൂട്ടുണ്ട്. അവരുടെ കൈപ്പത്തി ചിഹ്നം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കൈപ്പത്തി കണ്ടാൽ കോൺഗ്രസ് നമുക്ക് മനസ്സിലാകും. അപ്പൊ അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ അവർ നട്ടല് ഉയർത്തി തന്നെ അവിടെ മത്സരിച്ചു. അവരെല്ലാ സീറ്റിലും മത്സരിച്ചു. അതിനെന്തായാലും ഇത്രയും ശതമാനം ഉള്ളെങ്കിൽ പോലും കോൺഗ്രസിന് ഇനി ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിന് ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയെന്ന് ചോദിച്ചാൽ BJP വിരുദ്ധരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ആം ആദ്മിയിലുണ്ടായിരുന്നു. അവരെന്തായാലും BJPയിലോട്ട് പോകാൻ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. അവർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതകൾ തന്നെയുള്ളൂ. അതായത് കോൺഗ്രസിന്റെ അടിവേരും എന്താണ് പറയുന്നത്, ഫൗണ്ടേഷനും കൂടി ഇളക്കിക്കൊണ്ടാണല്ലോ ആം ആദ്മി വരുന്നത് 2015. അവരെല്ലാം മടങ്ങി കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ, കോൺഗ്രസ് മനസ്സ് വെച്ചാൽ. കാരണം കോൺഗ്രസ് ഒന്ന് സ്ട്രോങ് ആയിട്ട് മനസ്സ് വെക്കാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് ചിന്തിച്ചതും ആ രീതിയിലായിരിക്കാം. ആം ആദ്മി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ പഴയ ആൾക്കാരുടെ കുടുംബത്തേക്ക് മടങ്ങും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. ഏതായാലും കോൺഗ്രസിന് വലിയൊരു കോൺഗ്രസ് എടുത്ത ധീരമായ നിലപാടാണ്. ഒപ്പം തന്നെ അത് അവർക്ക് നേട്ടം മാത്രമേ കോൺഗ്രസ് ഉണ്ടാകും. ഇപ്പൊ ഈ പരാജയത്തിന്റെ പേരിൽ അവരെ ആരും കുറ്റപ്പെടുത്തിയാലും പൊളിറ്റിക്കലി അവരെടുത്ത ഈ ഒരു നീക്കം അവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും, നല്ലതാണെങ്കിൽ. അതായത് ഇവരുടെ നേതാക്കളൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ. താങ്ക് യു ബഷീർ, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.